അമ്മച്ചി എങ്ങോട്ടാ? പള്ളി പോവാ? ആ, ഞായറാഴ്ച ആയിട്ട് പള്ളി പോയില്ലെങ്കിലേ എന്തോ ഒരു ഇതാടാ. ഈ മേലാത്ത കാലം വെച്ചോണ്ട് ഞാൻ അതിൽ ചോദിച്ചല്ലായിരുന്നോ? അപ്പൊ എന്നാ പറഞ്ഞേ? പള്ളി പോകുന്നില്ല എന്ന്. അതെ, ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഒന്ന് പോടാ അവിടെ. ഹായ് ചായ. ആ, അമ്മച്ചി ഞാനെന്നങ്ങ് ഇറങ്ങുവന്നേ. ഈ വെളിയിലേക്കാണോ ഇത്രകമേല്? അല്ല, എന്റെ ഫ്രണ്ട് റീത്തയുടെ ബർത്ത്ഡേ. ഈ നേരത്തെ എന്തോന്ന് ബർത്ത്ഡേ? ഞാൻ ചായനോട് പറഞ്ഞായിരുന്നല്ലോ. ആ, ഡീ നിക്ക്. നീ ഇതേ മാത്യു ചാന്റെ മുറ്റത്തിട്ടേര്. ആ, ഇങ്ങതാ. അതെ, ഇച്ചായന്റെ ഞാനൊരു 100 മണീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇച്ചായനെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ പോന്നേക്കണം. കറങ്ങി നടന്ന തല ഞാൻ തല്ലി പൊളിക്കും. ഒന്ന് വേഗം വാടാ, നേരെ ഒരുപാടായി. ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. ഇവിടെ അങ്ങ് നിർത്തിയാ മതിയോ? കാലുവായത്തല്ലേ നടന്നു കയറ്. ഒന്ന് വേഗം വിടറാ, സമയം ഒരുപാടായി. ആ, നമ്മുടെ ശോശാമൻ പിള്ളേരും അല്ലേ? സാധാ ചേട്ടത്തി. ആ, ശോശാമൻ, ആ നീ പൊക്കോ. ഇവന് വെപ്രാളാണെന്നേ. സമാധാനായിട്ട് കുർബാന പോലും കുടിക്കത്തില്ല. എപ്പോഴും നാട്ടുകാരിയല്ലേ. കുഞ്ഞാച്ചായന് ഞങ്ങളൊരു പേരിട്ടിട്ടുണ്ട്. എന്നതാടി ഡ്രസ് കൊച്ചേ? അത് പിന്നെ പറയാം, കോമഡിയാ. കുഞ്ഞെ എന്നതാടി? അതെവിടെ പറയും, പറയാട്ടോ. അമ്മച്ചി നിങ്ങൾ ശരി. നീ വാടി. ഇവനെ പിടിച്ചങ്ങ് കെട്ടിച്ചാലോന്നാ. എനിക്കാണെങ്കിൽ തീരെ മേലടി കൊച്ചെ. ആൻസി കൊച്ചിനാണെങ്കിൽ 100 വട്ടം സമ്മതം. ഇവനാ ജോലി കിട്ടിയിട്ട് മതിയെന്ന് പറഞ്ഞു നിൽക്കുന്നത്. അല്ല, എന്നടി ശോശാമ്മ ഒരുമാതിരി തൂങ്ങി പിടിച്ച് നിൽക്കുന്നത്? നാളെ അത് എന്റെ ഓർമ്മ ദിവസ. ദേ, കുർബാന തുടങ്ങാറായി. ഇങ്ങോട്ട് വാ. രാവിലെ പണിക്ക് വന്ന് എന്നെ വിളിച്ചു വരുത്തിട്ട് എന്റെ ഫുള്ള് മേടിച്ചു വർത്താനാ. അയ്യോ പൊന്നച്ചോ വേണ്ടേ, എന്തൊരു മര്യാദക്കാരൻ. അയ്യോ പ്രസന്റ്. നീ എന്തിനാണ് അഴിച്ചിട്ടത്? ഊരി തലക്കെട്ടാൻ പാടില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ശോശാമ്മയുടെ കെട്ടിയവൻ ചാക്കോച്ചൻ മരം വീണ് ചത്തിട്ട് എത്ര കൊല്ലമായി? ചാക്കോച്ചൻ മരിച്ചിട്ട് എത്ര കൊല്ലമായിരുന്നു? 3. ഈ 3 കൊല്ലവും ഈ പഞ്ചായത്ത് ഭരിച്ചത് ആരാണ്? പറയുന്നേ, ഈ 3 കൊല്ലവും ഈ ശോശാമ്മ കയറി നിരങ്ങിയില്ലേ പഞ്ചായത്തില്? അത് ശരി. ഒരു വീട് ആ പാവപ്പെട്ട വിധവയ്ക്ക് വെച്ചു കൊടുക്കാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റായ പുൽപ്പാറ ജോയിക്ക് പറ്റിയോ? അയ്യോ, ഞാൻ അവനെ പറഞ്ഞ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ എല്ലാവരോടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ അരവിന്ദനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ മിനിമം 5 വീടുകൾ വെച്ചു കൊടുത്തേരെ. അവൻ പറഞ്ഞാണ് കറക്റ്റ്. ഒന്നിയുടെ കുഞ്ഞമ്മയ്ക്ക്, പിന്നെ ഒന്നിയുടെ മറ്റേ പെങ്ങക്ക്. തീർന്നില്ല, പിന്നെ പണ്ട് ഒടിച്ചോളി പോയ ഇയാളെ കെട്ടി നോക്കും. ആ വകയിലുള്ള 2 കുട്ടി നോക്കും. മൊത്തത്തിൽ 5 ഹൗസ്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഒരുമാതിരി തൊലിഞ്ഞു വർത്താനം പറയുന്നത്. ഈ രീതിക്കാണ് ഇവനെ ഞാൻ തെങ്ങിന് വിളവാക്കും. തെങ്ങ് കരിഞ്ഞു പോകൂടാ, വിട്ടുകള അരവിന്ദ. അത് കറക്റ്റ്. കാലത്ത് തന്നെ നല്ലോണം ഭരിച്ച് കേട്ടിട്ടുള്ള തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എടാ, നീ ഇങ്ങനെ തുടങ്ങിയാൽ നിന്റെ കരട് പാടി ചീഞ്ഞു പോകൂടാ പടേ. അവന്റേത് പോട്ടെ. തന്റെ വാട്ടർ ചായ കുടിച്ച് വയറിളി ചാകുന്നതിൽ എന്തുകൊണ്ട് നല്ലതാണ് കള്ളു കുടിച്ച് കരട് ചീഞ്ഞാകുന്നത്. അവൻ കറക്റ്റ് അല്ല പിന്നെ അല്ല പ്രസിഡന്റ്. ഓ പിന്നെ ഭയങ്കര എന്തായാലും തോമാച്ചൻ ഹാപ്പി. എല്ലാവരോടും പറയാണ്, ശോശാമ്മക്ക് വീടുണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ ക്ലബുമായിട്ട് നോക്കിക്കോളാം. നിങ്ങളൊന്നും സഹകരിച്ചില്ലേലും അലുമ്പുണ്ടാക്കായിരുന്നാ മതി. ഓക്കെ, യൂസ്ലെസ് ഫെലോസ്. അതിന് നിന്നെ ക്ലബിൽ കയറ്റത്തില്ലല്ലോ. അതെങ്ങനെ? ഈ കള്ളും കഞ്ചാവ് അടിച്ചു നടക്കുന്നവനെയൊന്നും അവര് ക്ലബിൽ കയറ്റത്തില്ല. അതുകൊണ്ട് ഈ ജന്മത്ത് ഇവൻ അതിനകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനല്ലേ ഇവനവിടെ ഒരു കല്ലുള്ളത്. അരവിന്ദാട്ടാ, എന്നാണെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ജോസ് തന്നെ വേണം. അപ്പൊ ശോശാമ്മയ്ക്കും മക്കൾക്ക് ഒരു വീട് ഉറപ്പായി.
എനിക്ക് ഒരു മീൻകുളം വെട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ പിന്നെ കോപ്പാണ്. എക്സ്ക്യൂസ് മീ, യൂസ് ലിസൺ. ഞങ്ങൾ ക്ലബ്ബുകാർ തീരുമാനിച്ചാൽ അത് ഏറ്റപോലെ തന്നെയാ. ഓക്കെ, യു കാരി ഓൺ. ഐ ആം ഗോയിങ് ടു ചലഞ്ചേഴ്സ്. ഹൈ, എന്റെ പഴുതെന്ന് പറഞ്ഞ നോ 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 നോ, യു ആർ ബനാന. ആ ബനാന കൊല്ലാൻ പ്രാഞ്ചിക്കൊണ്ട് നോക്കി പോണം. പ്രാഞ്ചിക്കൊണ്ട് ശോശാമയുടെ വീട് ഇവന്റെ മീൻകുളത്തിലായിരിക്കും പണിയുന്നത്. നമ്മുടെ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ നാട്ടിൽ ഒട്ടനവധി ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. എന്നാൽ ഇത്തവണ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് വലിയൊരു കാര്യമാണ്. അതിനാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പേഴ്സണലായും ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്തും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഒരു ടോക്കാക്കി മാറ്റാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയണം. എന്നാ പിന്നെ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് മുതൽ അറിഞ്ഞങ്ങ് ഇറങ്ങുക. ഓ സോറി, യു കാരി ഓൺ. മൈ സീറ്റ് റാഞ്ചിസ്റ്റോൺ. ഈ ഉത്സാഹം നമുക്ക് നഷ്ടമാകും. ശോശാമയ്ക്കൊരു വീട്, അതാണ് നമ്മുടെ ടാഗ്. എക്സ്ക്യൂസ് മീ, റാഞ്ചിക്ക് ഒരു മീൻകുളം. അത് കഴിഞ്ഞു പോരെ ശോശാമ്മക്ക് വീട്. ഒന്നും മിണ്ടായിരിക്കണം. ഓടാ. റാഞ്ചി, ഓ സോറി, യു കാരി ഓൺ. പിന്നെ എന്റെ മീൻകുളത്തിന്റെ കാര്യം നിങ്ങൾ ഏറ്റതാ, അതും മറന്നു പോരുത് കേട്ടാ. ഓക്കെ, ശരി, കാരി ഓൺ. ഹാപ്പി ഡേ. ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത്, ശോശാമയ്ക്കും മക്കൾക്കും ഒരു വീട്. അതെ, ഇവിടുത്തെ പാർട്ടിക്കാർക്കും പഞ്ചായത്തുകാർക്കും കഴിയാത്തത് നമുക്ക് കഴിയണം. നമ്മൾ നടത്തും. ഓക്കെ. അമ്മച്ചേ, ആ ബീഫോ? ഇതെവിടുന്നാ? വറിയത് കൊണ്ടുവന്നാ പങ്കു വെട്ടിയാന്നും പറഞ്ഞ്. ആഹാ, അമ്മച്ചിക്ക് മാറിക്കേ, ഞാൻ ചെയ്തോളാം. ദാ, കൊള്ളാലോ, നിന്റെ കാശ് കൊടുത്തായിരുന്നോ? ഉള്ളപ്പ തന്നേച്ചാ മതിയെന്ന് പറഞ്ഞ് അവനങ്ങ് പോയി. അമ്മച്ചിക്ക് ജിൻസിയെ വിളിച്ച് വല്ലതും വെച്ചുണ്ടാക്കാൻ പറഞ്ഞോടായിരുന്നു. ഇങ്ങനെ ഒരേ നെപ്പ് നിന്ന കാല് നീറ് വീർക്കൂട്ടോ. എന്താണ് രണ്ടുപേരും കൂടി ഒരു വാചകം? അല്ല, പാചകം. നിന്നെ കെട്ടിക്കുന്ന കാര്യം പറയായിരുന്നു. എന്റെ ടൈം ആവുമ്പോ ഞാൻ തന്നെ എന്റെ ആളെ കണ്ടെത്തിക്കൊള്ളാം. അതാ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ചായോ? അവളുടെ ഒരു ട്രെൻഡ് ഒന്ന് പോയടി. ഈ പെണ്ണിന്റെ ഒരു നാവ്. അല്ല, എന്നതായിട്ടാ ശോശാമ്മയുടെ വീടിന്റെ പണി? പെയിന്റിംഗ് പണിയൊക്കെ മൊത്തം കഴിഞ്ഞു. ഉടനെ തന്നെ ഉണ്ടാവും താക്കോൽ ദാനം. നല്ലത് വരും എന്റെ മോന്. വിശക്കുന്നവന് ആഹാരം വേണം, വീടില്ലാത്തവന് വീട് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള പുണ്യപ്രവൃത്തി ചെയ്യുന്നവരെ നമ്മൾ എന്നും പ്രോത്സാഹിപ്പിക്കണം. ഇത്തരത്തിലൊരു കാര്യം ഏറ്റെടുത്തതിനും അത് ലക്ഷ്യത്തിലെത്തിച്ചതിനും ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലാതെ ഇവിടെ ചില ആൾക്കാർ കുറെ കാശുണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് കിടന്നുറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അല്പമെങ്കിലും ഉളുപ്പ് വേണം. പ്രിയമുള്ളവരെ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നമ്മൾ ഒത്തിരി സമ്പാദിച്ചു കുടുംബത്തേക്ക് കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുണ്ടെങ്കിലേ ഈ നാറി അങ്ങോട്ട് ചെന്ന് ഒട്ടിക്കോളൂ. പെൺവിഷയത്തിൽ ഇവൻ വജ്ര പശയാണ്. ഒന്നും ഉണ്ടായില്ല. നാട്ടുകാർക്ക് അത് ഒരിക്കലും ഗുണം ചെയ്യില്ല. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ജയ് ഹിന്ദ്. കൈയടിക്ക്. ഇനി രണ്ടു വാക്ക് സംസാരിക്കാനായി നമ്മുടെ ബേബിച്ചനെ ക്ഷണിച്ചോളുന്നു. അതടുത്ത നാറി. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എന്നാത്തിനാ ഇവിടെ ഒരു പഞ്ചായത്തും ഒരു പഞ്ചായത്ത് പ്രസിഡന്റും? എനിക്കറിയാൻ മേല. യവൻ മറ്റുള്ളവരെ പോലല്ല, അന്തസ്സുള്ള ചറ്റയാ. ഒരു പാവം വിധവയ്ക്കും അതിന്റെ കുഞ്ഞുങ്ങൾക്കും കയറി കിടക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ഇവന്മാർക്കാവില്ലേ? എന്നതായാലും ഈ ഒരു സംരംഭത്തിന് മുൻകൈയെടുത്ത, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും എൻ്റെ അഭിവാദ്യം.